അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഇൻട്രോ പറയുമ്പോൾ അവിടെ മൂള എന്തൊക്കെ മൂളാണ് ആവശ്യം. ഈ തുണിയോള് കണ്ട മടക്കിക്കാൻ എടുക്കുന്ന മണത്തോക്കുന്നു. പെണ്ണാട്ടാൻ പോവാ അമേരിക്കയില്. വേറെ പെണ്ണാട്ടാൻ പോവാ. എന്താ അശു ഞാൻ ഏതിലൊരു പെണ്ണ് ചോദിച്ചിട്ടുണ്ടാവും കല്യാണം കഴിഞ്ഞതാണോ ചേട്ടന്റെ. അതന്നെ അതാവും. ഒരു ദിവസം കേസിനോട് പറയാനേ വെറുതെ തള്ളി മറിക്കുക. പിന്നെ ഒരാള് അപ്പൊ ഞാൻ നീക്കുമ്പോ നീണ്ടു നിക്കുക. എന്തിനാ കാട്ടണം എനിക്ക് അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് മൂന്നോടെ വണ്ടി ഒന്ന് നിൽക്കണ്ടെന്ന് നാടാക്കിയെന്ന് വെച്ചു. അപ്പൊ ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ മേത്തുനിന്ന് പോണില്ല. എന്തായി സംഭവം? ഒരു ഈ മറ്റേ സിനിമയിൽ കൊണ്ടത് ഈ ചിങ്ങം വന്നു കഴിഞ്ഞ 18 വയസ്സായ വേണ്ടിനാ ഞാൻ കണ്ടുകൊണ്ടിരിക്കും. അന്നെ കണ്ടവർക്കൊക്കെ ലിഫ്റ്റ് കൊടുത്തിട്ടാണ് നിൽക്കുക. സത്യം പറഞ്ഞോ? വെറുതെ അല്ല. എന്നാലും എന്താ 40 വയസ്സ് 40 ഇതിലൊക്കെ വീഡിയോ എടുത്ത് വർത്താനം വന്നു മൂന്നടിച്ചാൽ മുടിക്കിട്ടായിരുന്നു. എന്റെ മോന്തടിച്ച് പൊളിക്കും പറഞ്ഞു കേസ്. എന്റെ കേസ് എന്റെ മോന്തടിച്ച് പൊളിക്കുന്നത് തന്നെ അടിച്ച് പൊളിച്ചേ. നോക്കട്ടെ പൊളിക്കി. മന്ന ഞാനല്ല എന്നെ മന്നാന്നൊക്കെ വിളിക്കുന്നു. അല്ല ഗിഫ്റ്റ് കൊടുത്തു വെറുതെ അല്ലെന്നേ. എന്ന് പിരിവ് കഴിഞ്ഞ ഭയങ്കര സന്തോഷം. ഇക്ക അങ്ങോട്ട് വന്നേ. ഓണ പറയൂ ഓണങ്ങൻ എന്നെ എപ്പോഴും വടിയാക്കല പണി. എന്നെ എപ്പോഴും തമാശ പറഞ്ഞ് പെറ്റിക്കലല്ലേക്കൊക്കെ പണിയും. അതെ എന്നെ എപ്പോഴും പറ്റിക്കുക. തമാശ പറഞ്ഞല്ലേക്ക അല്ലേ? ഫോണിക്കറിയില്ല. എനിക്ക് ഇങ്ങോട്ട് വന്ന ഞാൻ കാര്യം പറയട്ടെ. വെളിച്ചെണ്ണ ഇല്ല, ഓയിലില്ല, പിന്നെന്താ സവോള ഇല്ല, ഉരുളക്കിഴങ്ങില്ല. കുറച്ച് അരിയുണ്ട്. ആ പഞ്ചസാര ഇല്ല. പൈസ എടുക്കണ്ടേ? മറക്കോ? ഞാൻ വാട്സപ്പിൽ തന്നെ. വണ്ടിയൊന്നുമില്ല. 1 മണി വരെ നമുക്ക് ക്ലാസ്. 1:30 വരെ 1 മണി വരെ. എപ്പോഴാ വരിക പറയും? 8 മണി. വെറുതെ ഓരോന്ന് പറയാ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടേ. തമാശയായിട്ട് പറയാട്ടാ. ഒരു ദിവസം കേസിനെ പറ്റി എൻ്റെ അടുത്ത് പറയണേ ഏതൊരു കല്യാണത്തിന് പോയിട്ടാ. ഞാൻ അച്ഛങ്ങനെ ഒക്കെ വിശ്വസിക്കും. വയ്യ. എന്താ ഉച്ചക്ക് പോയിട്ട് എന്റെ സപ്പുണ്ട് ഫ്രിഡ്ജില്. എഴുതിട്ടാ എഴുതിയേക്കാം. അപ്പൊ എന്താ കുട്ടികളധികം കാണിച്ചത് കമന്റ് ബോക്സ് ഓഫ് ആയാലും അത് കമന്റ് ഒന്നും ഇല്ല അല്ലേ. പിന്നെ ഇപ്പൊ എന്തിനാ നിങ്ങളെ കണ്ട കുഴപ്പമൊന്നുമില്ല. കമന്റ് ഒന്നും ഇല്ല. പിന്നെ ഇപ്പൊ എന്താ ആരും കാണണമൊന്നുമില്ല. അപ്പോൾ എന്താ എൻ്റെ അടുത്ത് ഒരു ദിവസം എവിടെ മച്ചി പറഞ്ഞു നിർത്തി. കല്യാണത്തിന് പോയിട്ട് പറയാ എന്നെ പെണ്ണു വെച്ചു. എന്താണ് ഒരു ചെങ്ങായി ബ്രോക്കർ വന്നിട്ട്
മോളെ മോൻ്റെ എന്താ എത്ര എല്ലാവരും കുട്ടിയുണ്ട് മോൾക്ക് കുട്ടിയാന്നൊക്കെ പറഞ്ഞു. എനിക്കത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് ഞാൻ വെച്ചെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്തു. എനിക്ക് കുറേ നേരം പറഞ്ഞില്ല തന്നെ ഞാൻ പറ്റിച്ചതാണെന്നൊന്നും പറഞ്ഞില്ല. എനിക്ക് എന്നിട്ട് ഞാൻ പിണങ്ങി നടക്കുക, ഇക്കാട് മുണ്ടണില്ല. എനിക്കത് കേട്ടിട്ട് ആകെ ദേഷ്യം. ഇക്കാരെ കണ്ടിട്ട് ചോദിച്ചാ അങ്ങനെ അങ്ങനെയൊക്കെ ഇതന്നെ ചോദിക്കുക. അപ്പോൾ എന്തെന്നെ കണ്ട ചോദിക്കാൻ പറ്റില്ലേ? കല്യാണം കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞിട്ടുണ്ടാവില്ല, വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് പറ്റിയ പെൺകുട്ടിയുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വന്നു. കുറേ നേരം ഞാൻ മിണ്ടാണ്ട് നടന്നോ, പിന്നെ ചോദിച്ചാലൊന്നും മിണ്ടണില്ല, അപ്പോൾ ഒന്നും പറയുന്നില്ല എന്നപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞടി എന്നെ പറ്റിച്ചതാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാനൊന്ന് സെറ്റായത്. മോളെ എൻ്റെ ഉപ്പച്ചി ഉണ്ടല്ലോ, ഇപ്പം ഇതും പറഞ്ഞത് തമാശ കേട്ടാ, കാര്യമാക്കൊന്നും വേണ്ട. ഉപ്പച്ചി പറയണേ, ഉപ്പച്ചി ഏതൊരു പെണ്ണിന് ലിഫ്റ്റ് കൊടുത്തുക്കറേ ബൈക്കില്. ബൈക്കില് ലിഫ്റ്റ് കൊടുത്തുന്ന് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇന്നെ പറയാം. ഞാൻ വെച്ചെങ്കിലോ ഒക്കെ പെട്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യും. ഞാൻ ഇവരോട് ഒരു ദിവസം പറഞ്ഞേ, എൻ്റെ ഉപ്പച്ചി കല്യാണം കഴിക്കാൻ പോകാന്ന് പോകുമ്പോൾ പറയണേ, ഉപ്പച്ചി കല്യാണം കഴിച്ചോട്ടെ, ഉമ്മച്ചീനെ ഞങ്ങൾ നോക്കി പോകുന്നത് അല്ലേ പറഞ്ഞില്ലേ ചേച്ചി? അതാണ് എൻ്റെ കുട്ടികൾ. അപ്പം ഇങ്ങനെ ഓരോ തലയിൽ പേന. ഇന്ന് ഞാൻ ഇന്ന് 3 പേനെടുത്ത് നിന്ന് കഴിഞ്ഞാൽ കുഞ്ഞോൾക്ക് ഞാൻ സിപ്പപ്പ് മേടിച്ചു തരാൻ പറഞ്ഞിട്ടാ. എന്നിട്ട് ഇവള് കാണിക്കണേ, എൻ്റെ തലയിൽ നിന്ന് പേന കിട്ടണില്ല. അപ്പോൾ ഇവളെ തല ചീന്ത് തലയിൽ തട്ടയക്കാൻ പാടില്ല പറയണ കേക്ക്. ഇങ്ങോട്ട് നീക്ക് നല്ല കുട്ടിയല്ലേ, നീ കുട്ടികളെ കാണിക്കാൻ പാടില്ല. അപ്പൊ ഇവളെ തല ചീന്തിയിട്ട് എൻ്റെ ഇവിടെ ഉമ്മച്ചേ കിട്ടി പറഞ്ഞിട്ടുണ്ട്. കൊടന്നിട്ട് എൻ്റെ കയ്യിൽ തേഞ്ഞു കണ്ട ഓരോന്ന് കാണിക്കുന്നത്. എന്തത് ഇതാണ് ഇവരുടെ രംഗം. അപ്പൊ സിപ്പപ്പ് കിട്ടില്ലോ? സിപ്പപ്പ് കിട്ടില്ല, കള്ളി. ഇവര് നല്ല ഇക്കാടെ തലേന്ന് കേട്ടാ, ഇക്കാടെ തലേന്ന് ഒരു പേന അത് ഇവള് വന്നിട്ട് ഓടി വന്നിട്ട് ഇവളെ തല ചീന്തിന് കാണാൻ. എന്നിട്ട് ഇവള് ഇക്കാടെ തലയിൽ കൊണ്ടുപോയിട്ട് ഇടുന്നിട്ട് ചീന്ത വലിയ പേൻ കിട്ടിയിട്ട് കാട്ടി കൊടുക്കും. എന്നിട്ട് ഒരു തലയിലൊക്കെ ഇപ്പൊ പേന കുറവാട്ടാ. ഇനി സ്കൂളൊക്കെ തുറന്നാ കാണാൻ ചാകര. ചീന്താനും നേരമില്ല, ഒന്നിനും നേരമില്ല. മദ്രസ, സ്കൂള്, ട്യൂഷൻ അങ്ങനെ ആയിട്ട് നേരമില്ലാണ്ട് ഇങ്ങനെ പേങ്ങനെ അങ്ങോട്ട് നിറയും. ഒരു പേനും അങ്ങനെ കാണാനില്ല. അപ്പൊ ഇവരുടെ അംഗങ്ങളൊക്കെ എന്തായാലും വേണ്ടില്ല. തല നോക്കി മസാജൊക്കെ കിട്ടുമ്പോൾ ഒരു സുഖമല്ല, അങ്ങനെ എടുക്കാൻ ഭയങ്കര സുഖമല്ലേ. അപ്പോൾ ഒന്നും വേണ്ടില്ല, എന്തെങ്കിലും കാട്ടിക്കൂട്ടിക്കോട്ടെ. അതെ പൈസ ഒതുക്കുന്ന മോളെ കൈകാര്യം കഴിഞ്ഞിട്ടുണ്ടാ? പോയി കൈകാര്യം കഴിഞ്ഞ് മേലെ കഴിക്കോന്നാ. മദ്രസയിൽ പോകണം കേട്ടോ. സ്കൂളിൽ പോകുമ്പോൾ പിന്നെ കുളിച്ചിട്ടല്ലേ പോവാ. മേലെ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങള്. അതാ ഞാൻ ഇക്കാട് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറഞ്ഞിരിക്കുന്നേ. കുട്ടിയോള് വീട് എടുക്കുമ്പോ ഇങ്ങനെ കലപ്പില കൂട്ടുന്നത് ആണാ? ആർക്ക് ടി വി വെച്ചേക്കണ്? പരസ്യമായി. അപ്പൊ ഓടി ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ഇവിടെ തല്ലൂട്ടാ പണി. അപ്പൊ ഇനി എന്താ പറയാനുള്ളത്? ഇനി പറയാനൊക്കെ ഒന്നുമില്ല. അവന് മോളെ പോയിട്ട് മുടിയൊക്കെ കെട്ടിയാലും വിളിച്ചേ പോയി പറയുന്നത് കൂട്ടാക്ക് കുട്ടികളെ കാണിക്കാൻ. കമന്റ് ബോക്സ് ഓഫ് ആവട്ട. ആരെങ്കിലും കമന്റ് നമുക്കൊരു സന്തോഷം. ആരും കമന്റ് ഒന്നുമില്ല ഞങ്ങളോട്. ഒരാള് കമന്റ് ഇടുക സൂപ്പറാണ് കേട്ടോ, നന്നായിട്ടുണ്ട്, ഇങ്ങനെ അല്ലാട്ടോ അങ്ങനെ ചെയ്തു നോക്കും. എന്തെങ്കിലും ഒരു വാക്ക് ആരും അയക്കില്ല. എന്തൊക്കെ കണ്ടാ ബുക്ക് കൊണ്ടുവച്ചേ. നാളെ പോകുമ്പോഴത്തേന് ബുക്കിന്റെ പണിയാണ് തീർത്തോ. ഇപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്. ഇനിയിപ്പോ നാളത്തെ വിശേഷം എന്താ വെച്ചാൽ സ്കൂളിൽ പോകലാണ്, സ്കൂളിൽ പോകാനുള്ള ഒരുക്കങ്ങള്, മക്കള് സ്കൂളിൽ പോണ വിശേഷങ്ങള് ഒക്കെ വീഡിയോയിലുണ്ടാവും. ഇനിയിപ്പോൾ എനിക്ക് ഒന്നാമത് മടിയ വേസ് ഇങ്ങനെ വോയിസ് കൊടുക്കാൻ ഭയങ്കര മടി. ഒന്നും കിട്ടുന്നില്ല. പറഞ്ഞത് തന്നെ ഇങ്ങനെ 1000 പടി ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. എൻ്റെ അനിയത്തിന്നെ പറയാ, താത്ത എന്താ പറഞ്ഞത് തന്നെ 2-3 പടി ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ. അപ്പം എനിക്കും തോന്നാറുണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് നമ്മൾ കേട്ട് നോക്കുമ്പോൾ പറഞ്ഞത് എന്നല്ലേ കുറച്ചൊന്ന് ഞാൻ പറയുന്നത്.
അപ്പോൾ ആൾക്കാർ കാണുമ്പോഴും എന്താ വിചാരിക്കുക, ഒന്നാമത് ഒന്നും പറയാൻ കിട്ടുന്നില്ലേ. ഇപ്പോൾ ഇതാണ് വെച്ചിങ്ങനെ കാര്യങ്ങൾ, വീട്ടിലത്തെ കാര്യങ്ങളും ഇക്കട വർത്താനങ്ങളും ഇതാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ കിട്ടുക, എല്ലാം ഞങ്ങൾക്ക് കാണാൻ പറ്റില്ലോ. അപ്പോൾ ഒരു പ്രശ്നമില്ല. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ പറയാനുള്ളൂ, ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ തീരെ കുറവാട്ടാണ്, തീരെ ലൈക്കില്ല. കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഇതിനെന്തെങ്കിലും കമൻറ്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസുകൾ ഇനിയും വരും ഇൻഷാ അല്ലാഹ്. ഇനി ഓരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇടുക. ഞങ്ങളുടെ ഒരു ദിവസം ഞാൻ ബ്രാൻഡ് കൊടുക്കുന്നുണ്ട്, ഒരു ദിവസം കൊടുക്കണം ഒന്ന് പറയാം. ഒരു ദിവസം കൊടുക്കുക ഇൻഷാ അല്ലാഹ്, ഞാൻ കൊടുക്കുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞാൻ ഇത് കൊടുക്കും. അപ്പോൾ ഇക്കാക്കാവാം മക്കൾക്കാവാം ആർക്ക് ഞാൻ കൊടുക്കില്ല. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക, വീഡിയോസ് മുടങ്ങാണ്ട് കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല പുതിയ വീഡിയോയ്ക്ക് നാളെ കാണാൻ. ടാറ്റാ. ഇനിയിപ്പോൾ കണ്ടെത്തുന്നോളും മടക്കാൻ കിടക്കുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് മടക്കി വയ്ക്കട്ടെ. ഇനി കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് വേഗം ചെയ്യട്ടെ. നിസ്കരിക്കാനുള്ള സമയമായി, വാങ്ങി കൊടുക്കാറൊക്കെ ആയി തുടങ്ങി. അടുത്ത നല്ല പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.